ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് ശ്രീ KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ കാര്യാലയത്തിലാണ് ചിക്കൻ ബിരിയാണി സൽക്കാരം നടന്നിരിക്കുന്നത്. ജീവനക്കാരൻ്റെ അദ്ദേഹത്തിന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ സൽക്കാരത്തിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവും ഉയരുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ? അത്യന്തം നിർഭാഗ്യകരമായ ഒരു സംഭവമാണിത്. കാരണം ഒരു ക്ഷേത്ര ജീവനക്കാർക്ക് ക്ഷേത്രത്തിന്റെ ആചാര മര്യാദകൾ അറിയില്ല എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ആചാര മര്യാദകൾ അറിഞ്ഞുകൊണ്ട് അത് ലംഘിച്ചു എന്നുള്ളതാണ് ഗുരുതരമാകുന്നത്. ആരാണോ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ അത് ലംഘിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിനകം മാത്രമല്ല, നമുക്കറിയാം ക്ഷേത്ര ശരീരം എന്നാ പറയുക. ഭഗവാന്റെ ശരീരമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തെ കാണുന്നത്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും അതുപോലെ പരിപാവനമായി സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഇതുപോലെ ചിക്കൻ ബിരിയാണി കൊണ്ടുപോയിട്ട് അവരൊരു ട്രീറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അവര് മാംസം കഴിക്കാതിരിക്കുക അവരെ സ്വകാര്യമാണ്. പക്ഷെ അത് ഇതിനകത്ത് ഒരിക്കലും ആകരുതായിരുന്നു. ക്ഷേത്രവുമായി ബന്ധം അവനവന്റെ അന്നമാണ് ഏറ്റവും വലുത്. അന്നമാണ്. അതിനേക്കാൾ വലിയതൊന്നും നമ്മുടെ അന്നമാണ് ഈശ്വരനെന്ന് കൂടി പഠിപ്പിച്ചതാണ്. ആ അവനവന്റെ ജീവിത മാർഗത്തെ തന്നെ ഇതുപോലെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും അവിടെ തുടരാൻ അർഹതയില്ല. ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരൊക്കെ തീർച്ചയായും ക്ഷേത്രത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. കേവലം ഏതെങ്കിലും ഒരു ശിക്ഷാ നടപടി കൊണ്ട് തീരണതല്ല. കാരണം അവർക്ക് അല്പം പോലും വിശ്വാസം ഇല്ല എന്നുള്ളതും അത് നശിപ്പിക്കാൻ ഒട്ടും ഭയമില്ല എന്നുള്ളതുമാണ് ഈ മനസ്സിലാക്കുന്നത്. ഒരു ക്ഷേത്രകാര്യത്തിൽ പോകുന്ന ഭക്തൻ ഒരുപാട് മര്യാദകൾ പാലിക്കുന്നുണ്ട്. ആ ഭക്തൻ മര്യാദകൾ പാലിക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ക്ഷേത്ര ജീവനക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ലെങ്കിൽ അവർ വെറും ഒരു തൊഴിലായിട്ട് അതിനെ കാണുന്നുവെങ്കിൽ അവർക്ക് അതിൽ തുടരാൻ അർഹതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഇത്തരത്തിൽ ബോധപൂർവമായ ഇടപെടലും ഉണ്ടാകുന്നു. നേരത്തെ നമ്മുടെ പ്രതിനിധി പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന വിമർശനം ജീവനക്കാർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബോധപൂർവമായ ഇത്തരം ആചാരങ്ങൾ ലംഘിക്കാൻ ബോധപൂർവമായ ശ്രമം എന്ന രീതിയിൽ കൂടി ഇതിനെ നമുക്ക് വിമർശിക്കാം. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അവരെ തെറ്റു പറയാനും സാധിക്കില്ല, അല്ലേ? ഇല്ല, കാരണം ബോധപൂർവമായ ശ്രമം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇത് അറിയാത്തവരല്ല ചെയ്തത്. അറിയാത്തവർ ചെയ്യുമ്പോഴാണ് അബദ്ധമായി മാറുക. അറിയുന്നവർ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ബോധപൂർവമായ ശ്രമം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരത്ത് ഹോട്ടലുകൾക്ക് കമ്മിയൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ പുറത്തു പോയി ഹോട്ടലിൽ പോയിട്ട് ഇത്രമൊരു ട്രീറ്റ് നടത്താം. അതല്ലെങ്കിൽ പുറമെ എവിടെയെങ്കിലും വെച്ച് നടത്താം. അപ്പൊ ട്രീറ്റ് അല്ല ഉദ്ദേശം. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ആചാരം. ഇതൊക്കെ ആചാരം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്കൊരു തൊഴിലിനപ്പുറം മറ്റൊന്നുമല്ല. ഹൈന്ദവ സമൂഹത്തിന് ഇത് പരിപാലിക്കാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്ന ഒരു അഹങ്കാരപൂർണമായ പെരുമാറ്റമാണ് ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത് സ്വേച്ഛാപരമായ കാരണം ഞങ്ങൾ പണിയെടുക്കുന്നിടത്ത് ഞങ്ങൾ എന്തും ചെയ്യും. വെറും ഒരു യൂണിയന്റെ ആ ഒരു അഹങ്കാരം പറച്ചിലിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് ഇതൊക്കെ നിർണ്ണയിക്കാനുള്ളവരെ ഞങ്ങൾ എന്തും ചെയ്യും, ഭക്തർ പോയി പണി നോക്കട്ടെ എന്നുള്ള ഒരു അഹങ്കാരമാണ് അവിടെ കണ്ടത്. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആർക്കാണോ ഉത്തരവാദിത്വം ഉള്ളവര് അവരതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. നമുക്കൊരു ചുമതലയുള്ളവർക്ക് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല അത്തരം കാര്യങ്ങളൊന്നും. കാരണം അവരറിയണം കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് അവരെ അതിന്റെ ഉത്തരവാദികളായിട്ട് മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആർക്കാണോ ഉത്തരവാദിത്തമുള്ളത് അവർ തൊട്ടേ ഇത് ചെയ്തവർ വരെയുള്ള എല്ലാവരും അതിന്റെ തീർച്ചയായും ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ നടപടിയല്ല, അതിന് മാറി നിൽക്കണം. അവർക്കത് ചെയ്യാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തില് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥതയില്ലാത്തവർക്ക് തുടർന്നു പോകാനുള്ള അർഹതയില്ല എന്നാണ് ഞാനൊക്കെ പറയുന്നത്. വളരെയധികം നന്ദി ടീച്ചർ. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്